തലസ്ഥാന നഗരി മുഴുവനും പാൽക്കടലായി മാറിയിരിക്കുകയാണ്. അത്രയ്ക്കും വർണ്ണമനോഹരമായ കാഴ്ച. ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന ആളുകളാണ് കേരള യാത്രയുടെ സമാപന വേദിയിൽ തടിച്ചുകൂടിയത്. തലസ്ഥാന നഗരിയിൽ നടന്നു നീങ്ങാൻ പോലും സ്ഥലം കിട്ടുന്നില്ല, അത്രത്തോളം തിരക്ക്. ഒരുപക്ഷെ അടുത്ത കാലത്തായി തലസ്ഥാന നഗരിയിൽ ഇതുപോലൊരു ജനസാഗരം, ഇതുപോലൊരു പരിപാടി ഒരുപക്ഷെ കണ്ടിട്ടേയില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്ര എന്ന് പറയുന്ന പരിപാടി തലസ്ഥാന നഗരിയിൽ സമാപിക്കുമ്പോൾ അവിടെ കണ്ടത് അക്ഷരാർത്ഥത്തിൽ കാന്തപുരം ഉസ്താദിൻ്റെ വലിയൊരു മാജിക് തന്നെയായിരുന്നു. ആ നേതാവിനെ, ആ അണികൾ, ശിഷ്യന്മാർ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അത്തരം കാഴ്ചകളിലൂടെ, ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് വെള്ളിയാഴ്ച ജുമാ നിസ്കാര സമയങ്ങളിൽ തിരുവനന്തപുരത്തെ പല പള്ളികളിലും വലിയ വൻ തിരക്കായിരുന്നു. കേരളത്തിൽ നിന്നും മാത്രമല്ല, കേരളത്തിൽ നിന്നും പുറത്തുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു സമാപന പരിപാടിയിൽ എത്തിച്ചേരാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് എത്തിയെന്നുള്ളതാണ്. മുസ്ലിം സഹോദരങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മറ്റു മതസ്ഥരുണ്ട്. അവരും കാന്തപുരം ഉസ്താദിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അവിടെ ഓടിയെത്തിയെന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം അനിവാര്യമായ ആ ഒരു മഹത്തായ സന്ദേശം, മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ആ സന്ദേശം ഉയർത്തിക്കാട്ടി ജനുവരി 1 കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ജനുവരി 16 അതായത് ഇന്നേ ദിവസം തലസ്ഥാന നഗരിയിൽ ആ പരിപാടി സമാപിച്ചു. കേരള യാത്രയിൽ ഉയർത്തിപ്പിടിച്ച മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ആ സന്ദേശം ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം അനിവാര്യമായ ഒരു സന്ദേശമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മനുഷ്യർക്കൊപ്പം എന്നുള്ള സന്ദേശത്തിൽ എല്ലാ മനുഷ്യന്മാരുമുണ്ട്. ഹൈന്ദവൻ, ക്രൈസ്തവൻ, മുസൽമാൻ, മതമുള്ളവൻ, മതമില്ലാത്തവൻ, അങ്ങനെ എല്ലാവരും. അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യർ, പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന മനുഷ്യർ, വേദനകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യർക്ക് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ മനോഹരമായ ഒരു കേരള യാത്ര സംഘടിപ്പിച്ചത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മതവും ജാതിയും ഒക്കെ പറഞ്ഞ് പരസ്പരം തമ്മിലടിപ്പിക്കാൻ ചില ആളുകൾ ശ്രമിക്കുമ്പോൾ അവർക്ക് മനുഷ്യത്വമാണ്, മനുഷ്യരാണ് വലുത് എന്നുള്ള മനോഹരമായ സന്ദേശം കാന്തപുരം ഉസ്താദ് നൽകുകയാണ്. അത്തരത്തിൽ തലസ്ഥാന നഗരിയിൽ കണ്ട ചില കാഴ്ചകൾ, ചില ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ജനുവരി 1 കാസർഗോഡ് നിന്ന് ആരംഭിച്ച സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്രയാണ് അനന്തപുരിയുടെ മണ്ണിൽ ഐതിഹാസം രചിച്ചുകൊണ്ട് ഈ മൈതാനിയിൽ എത്തിച്ചേരുന്നത്. മനുഷ്യർക്കൊപ്പം എന്ന മഹിതമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഈ യാത്ര പ്രയാണം നടത്തുന്നത്. ഓരോ വ്യക്തിയും, കുടുംബനാഥനും, ഉദ്യോഗസ്ഥന്മാരും, ഭരണാധികാരികളും എല്ലാവരും ശക്തിപ്പെടുത്തുന്നതായി സമസ്തയുടെ ഓരോ യാത്രയും വെച്ചുകൊണ്ട് ആ ജീവിതങ്ങളുടെ ഓരം ചേർന്ന് നോക്കാം. ഈ
നമുക്ക് ഈ ഒരു സമാപന പരിപാടിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അങ്ങ് ദൂരെ നിന്നും വിമാനത്തിൽ നിന്ന് പോലും ആളുകൾ യാത്ര ചെയ്തിരുന്നു. നമുക്ക് അത്രത്തോളം ആ ഉസ്താദിനെ അവർ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചാർട്ടേഡ് ഫ്ലൈറ്റ് 95% ആൾക്കാരും കേരള യാത്രയ്ക്ക് പോകുന്ന ആൾക്കാരാണ്. ഇൻഷാ അല്ലാഹ്. കേരള യാത്ര തുടങ്ങിയ സമയം മുതൽ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നമുക്ക് കാണാൻ സാധിച്ചത് മനോഹരമായ കാഴ്ചകളായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള എല്ലാ സംഘടനകളിൽപ്പെട്ട ആളുകളും അദ്ദേഹത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്ന, അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കാന്തപുരം ഉസ്താദിൻ്റെ ഈ ഒരു കേരള യാത്ര കേരളത്തിൽ മാത്രമല്ല ചർച്ച ചെയ്യപ്പെട്ടത്, വിദേശത്തുള്ളവരും ഈ ഒരു കേരള യാത്രയെ അത്ഭുതത്തോടുകൂടിയാണ് നോക്കിക്കണ്ടത്. കാന്തപുരം ഉസ്താദിൻ്റെ 3ാമത്തെ കേരള യാത്രയാണിത്. അനാഥ മക്കളെ ചേർത്ത് പിടിച്ച മനുഷ്യൻ, അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും വിദ്യാഭ്യാസങ്ങളും ആഹാരങ്ങളും നൽകിയ മനുഷ്യനും, ആ മനുഷ്യനെ, ആ ഗുരുവിനെ പിന്നെ എങ്ങനെയാണ് തൻ്റെ ശിഷ്യന്മാർ സ്നേഹിക്കാതെ പോകുന്നത്, ചേർത്ത് പിടിക്കാതെ പോകുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിൻ്റെ പ്രായം 90 വയസ്സ് പിന്നിടുന്നു. ആ പ്രായാധിക്യത്തിലും അദ്ദേഹം വീട്ടിലിരിക്കാൻ തയ്യാറല്ല. പലവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ പ്രായത്തിലും ആ മനുഷ്യൻ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യർക്ക് വേണ്ടി യാത്ര ചെയ്യുകയാണ്. ഈ നിമിഷങ്ങൾ ചരിത്രത്താളുകളിൽ എഴുതി ചേർക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പടച്ചവൻ കാന്തപുരം ഉസ്താദിന് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.